വിദ്യാർത്ഥികളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതുഗാഥകൾ രചിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും നിറവ് വേങ്ങേരിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഹരിത ഭവനം പദ്ധതിയിൽ 10,000 ഭവനങ്ങൾ പൂർത്തിയാക്കി. പ്രഖ്യാപനം കൂടത്തായി സെന്റ് മേരീസ് HSൽ ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. കൂടുതൽ ഹരിത ഭവനങ്ങൾ തീർത്ത് 1ാം സ്ഥാനം നേടിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂൾ, 2ാം സ്ഥാനം നേടിയ തിരുവമ്പാടി ഇൻഫന്റ് ജീൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 3ാം സ്ഥാനം നേടിയ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതഭവനം സ്കൂൾ കോർഡിനേറ്ററായ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവതി രാധാകൃഷ്ണനുമുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. സെക്രട്ടറി ZA സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. A ദീക്ഷിത് പ്രതിജ്ഞ ചൊല്ലി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കരുണാകരൻ, വാർഡ് മെമ്പർ ഷീജ ബാബു, നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത്, ഫൗണ്ടേഷൻ രക്ഷാധികാരി ദീപേഷ് കരിമ്പുങ്കര, ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ല ഒരു മാതൃകയായി, ഒരു ഹരിത ജില്ലയായി ഇങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു മാതൃകയായി. മാലിന്യ സംസ്കരണം, ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തമായ ഘടകങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റുന്ന പദ്ധതിയാണ് ഹരിത ഭവനം. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ ഹരിത ഭവനങ്ങളും സ്കൂളുകൾ ഹരിത വിദ്യാലയങ്ങളുമാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.